നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. മരുഭൂമിയിൽ കൃഷി ചെയ്തു വരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വീട്ടുവളപ്പിൽ നട്ടു വിജയം കൈവരിച്ചിരിക്കുകയാണ് പേരാമ്പ്ര ചേനോളി സ്വദേശി രേരോത്ത് ബാലകൃഷ്ണൻ അടിയോടി. 300ഓളം ഡ്രാഗൺ ഫ്രൂട്ട് തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. മരുഭൂമിയിലും മറ്റു സ്റ്റേറ്റുകളിലും ഇതുവരെ കണ്ടുവരുന്ന ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ നാടായ പേരാമ്പ്ര ചേനോളിയിലും കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുകയാണ് നൊച്ചാട് പഞ്ചായത്ത് 6-ാം വാർഡിലെ രേരോത്ത് ബാലകൃഷ്ണൻ അടിയോടി. സുഹൃത്തായ കുഞ്ഞാറമ്പത്ത് സുരേഷിന്റെ പ്രേരണയിലാണ് ആദ്യത്തെ 10 തൈ നട്ടത്. ഒരു വർഷം കൊണ്ടു തന്നെ മോശമില്ലാത്ത ഫലം കിട്ടി. തുടർന്ന് ഇപ്പോൾ 300ഓളം ഡ്രാഗൺ ഫ്രൂട്ട് തൈകൾ വച്ചു പിടിപ്പിച്ച് 1 കിൻഡലോളം ഫ്രൂട്ട്സ് വീട്ടിൽ വെച്ച് തന്നെ വിൽപ്പന നടത്തുന്നതായി അടിയോടി പറഞ്ഞു. ഞാൻ ബാലകൃഷ്ണൻ, ചേനോളി, പിന്നെ കനാൽ പാലത്തിനടുത്ത് രേരോത്തെന്ന സ്ഥലത്ത് ആദ്യം ഒരു 2 സെന്റിൽ കൃഷി നടത്തി. അത് തിരക്കില്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ വിജയമായതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഒരു 10 സെന്റ് സ്ഥലത്ത് ഡ്രാഗൺ ഉണ്ട്. 70ഓളം തൈകളുണ്ട്. അത് നല്ല മാർക്കറ്റുണ്ട്. കൃത്യമായിട്ട് ആൾക്കാർ വരുന്നുണ്ട്. വീട്ടിൽ തന്നെ കൊടുക്കുക, പുറത്ത് കൊടുക്കല്ല. കുറഞ്ഞ ശ്രദ്ധ കൊടുത്താൽ നല്ല വരുമാനം നേടാനാവുമെന്നും ബാലകൃഷ്ണൻ അടിയോടിയും ഭാര്യ പുഷ്പയും പറഞ്ഞു. എൻ്റെ പേര് പുഷ്പ. ഞാൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞ ആളെ ഭാര്യയാണ്. ഞങ്ങളിത് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ അതിന് ലേശൊരു ലാഭം കായ്കളൊക്കെ ഉണ്ടായി തോന്നി. ആദ്യം ഒരു 4 തൈ വെച്ച് നോക്കിയതായിരുന്നു. നോക്കുമ്പോൾ അതെല്ലാം ഇതായി. അപ്പം കൂടുതലായിട്ട് ഇങ്ങനെ വിറ്റഴിക്കപ്പെടുന്നതിൻ്റെ കുറച്ച് തൈകൾ കോട്ടയത്ത് നിന്ന് ഓൺലൈനായിട്ട് വാങ്ങി വെച്ച് ഇപ്പം നല്ല ഇതായിട്ട് കായും ഉണ്ടാകുന്നുണ്ട്. അതിനൊന്നും കടയിലൊന്നും കൊണ്ടുപോകേണ്ടി വരത്തില്ല. ഒക്കത്തിന് വാൾ ഇവിടെ വരും. ഇതിങ്ങനെ വഴുത്ത് കിടക്കുന്ന കാണുമ്പോൾ ഇവിടെ വന്നിട്ട് വാങ്ങലാന്ന്. ഇതുവരെ ഒരു കടയിലൊന്നും കൊടുത്തിട്ടില്ല. പിന്നെ ഇതിന് വളം ചെയ്യലെന്ന് പറഞ്ഞാൽ ചാണകപ്പൊടിയും കോഴിവളം, എല്ലുപൊടി, വെപ്പും പിണ്ണാക്ക് ഇതെല്ലാം ചെയ്തിട്ടാണ് ചെയ്യുന്നത്. വേറെ അങ്ങനത്തെ വളമൊന്നും ചെയ്യുന്നില്ല. പിന്നെ നനയാന്ന് പറഞ്ഞാൽ അങ്ങനെ ആഴ്ചയിൽ ഒരു ദിവസം ലേശൊരു വെള്ളം കുടഞ്ഞാൽ മതി. കൂടുതലായിട്ട് വെള്ളമൊന്നും വേണ്ട. വെയിലാണ് ഇതിന് ആവശ്യമായിട്ട് വേണ്ടത്. നല്ല വെയിൽ വേണം. ഞങ്ങൾ പണ്ടേ വയലും നെല്ല് എല്ലാ കൃഷികളായിട്ട് നെല്ല്, വാഴ ഇതെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമായി നല്ലൊരു കൃഷി ചെയ്യാനുള്ളൊരു ഇതിലാണ്. എല്ലാ കൃഷിയും പരമാവധി ഞങ്ങൾ നോക്കുന്നുണ്ട്, ഉണ്ടാക്കലുണ്ട്. പച്ചക്കറിയൊക്കെ ഞാളി ആവശ്യത്തിനൊക്കെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പൂള, ചേന ഇത് ഇങ്ങനെ എല്ലാ ഇതൊക്കെ എല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ചെറിയ തോതിൽ വളവും നല്ല വെയിലും ലഭിച്ചാൽ ഏതാണ്ട് എല്ലാ മാസവും ഡ്രാഗൺ ഫ്രൂട്ട് വിളവെടുക്കാൻ സാധിക്കുമെന്ന് ഇവർ തെളിയിച്ചിരിക്കുകയാണ്. നൊച്ചാട് കൃഷിഭവന്റെ സഹായവും ലഭിച്ചു. കർഷക ദിനത്തിൽ പഞ്ചായത്തും കൃഷിഭവനും മികച്ച കർഷകൻ എന്ന നിലയിൽ ആദരവും നൽകി. തുടർന്നും കൂടുതൽ ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി ചെയ്യാനൊരുങ്ങുകയാണ് ഈ കർഷക കുടുംബം. ഇപ്രാവശ്യം ഇതിന് ഞങ്ങൾക്ക് പഞ്ചായത്ത് അവാർഡ് കിട്ടി. ഞങ്ങളെ സ്വീകരിച്ചതാക്കി അനയിച്ച് പൊന്നാടി അണിയിച്ച് അവാർഡെല്ലാം കിട്ടിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, മീഡിയ വിഷൻ, പേരാമ്പ്ര.